ഇന്ന് നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഫിൽട്ടർ എങ്ങനെ ബാക്ക് വാഷ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കിവിടെ 2 ഫിൽറ്ററുകളുള്ള ഒരു ചെറിയ പൂളിൻ്റെ ബാക്ക് വാഷ് സിസ്റ്റമാണ്. മൾട്ടിപോട്ട് വാൽവും അതുപോലെ തന്നെ ഫിൽറ്ററും ഒക്കെ അടങ്ങുന്ന 2 ഫിൽറ്ററുകളൊക്കെ അടങ്ങുന്ന ഒരു പൂളിൻ്റെ ബാക്ക് വാഷ് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് 2 പമ്പുകളാണുള്ളത്. ഇവിടെ ഡോസിങ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു പമ്പ് റൂമിൽ കയറുമ്പോൾ തന്നെ അതിൻ്റെ ഡോസിങ് സിസ്റ്റം, ഹീറ്റർ, അതുപോലെ തന്നെ പമ്പ് എത്രണ്ണം വർക്ക് ചെയ്യുന്നുണ്ടോ 2 പമ്പാണ്, 2 പമ്പും ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ 2 ഫിൽറ്ററുകളാണ് ബാക്ക് വാഷ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ബാക്ക് വാഷ് ലൈൻ ക്ലോസ് ആയിരിക്കും. ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഫിൽറ്റർ നമുക്ക് ബാക്ക് വാഷ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് കൊണ്ടിടാം. രണ്ടാമത്തെ ഫിൽറ്റർ നമുക്കിവിടെ ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷനിലിടാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻലെറ്റിന് വാൽവ് ഉണ്ടെങ്കിൽ ഇവിടെ ഇൻലെറ്റിൽ വാൽവ് ഉണ്ടെങ്കിൽ ആ വാൽവും ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ രണ്ടാമത്തേത് ക്ലോസ് ചെയ്തു, ഫസ്റ്റിലത്തേത് ബാക്ക് വാഷിലിട്ടതിൻ്റെ ഈ ബാക്ക് വാഷ് ലൈൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഇതിൻ്റെ ഇൻലെറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ 2 പൈപ്പുകൾ വരുന്നതിലെ താഴത്തേത് ഇൻലെറ്റും മുകളിലത്തേത് പമ്പയിൽ നിന്ന് വരുന്ന ലൈനായിരിക്കും. പമ്പയിൽ നിന്ന് വരുന്ന ലൈനിൻ്റെ വാൽവ് എപ്പോഴും ഓൺ ആയിരിക്കണം. നമുക്കിപ്പം ഇൻലെറ്റിൻ്റെ ലൈനും ഞാൻ ക്ലോസ് ചെയ്യുകയാണ്, ബാക്ക് വാഷ് ലൈൻ ഓൺ ചെയ്യുകയാണ്. ഇൻലെറ്റ് ഇവിടെയാണ് വരുന്നത്. ഇതിൻ്റെ ഇവിടെ 2 ഇൻലെറ്റുകളുണ്ട്. 2 ഇൻലെറ്റ് ലൈനും ഞാൻ ക്ലോസ് ചെയ്തു. 2 ഇൻലെറ്റ് ലൈനും ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഇത് ബാക്ക് വാഷിലിട്ടിട്ടുണ്ട്. ഇവിടെ ക്ലോസ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വാൽവ് ഇല്ലാത്തതുകൊണ്ടാണ്, നമുക്ക് ഇൻലെറ്റിൻ്റെ വാൽവ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ ക്ലോസ് ചെയ്തത്. അതിനുശേഷം നമുക്ക് ചെറിയ പൈപ്പൊക്കെ ആണെങ്കിൽ ഒരു പമ്പ് ഹാൻഡിൽ ഓൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം വേസ്റ്റ് വരുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഒരു കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ കളറ് മാറി വേസ്റ്റ് വരുന്നത് കാണാം. ഇത് നമ്മൾ വാക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹെഡും അതുപോലെ തന്നെ വാക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹോസുമാണ്. ഇതിൻ്റെ വാക്കം പോയിൻ്റ് ശരിക്കും വരുന്നത് ഇതാണ്. വാക്കം പോയിൻ്റ് വരുന്നത് ഇതിനകത്ത് മെയിൻ റെയിൻ ഉണ്ട്. ഒരു മെയിൻ റെയിന് ഇത് സ്കിമ്മർ ഉള്ളതായതുകൊണ്ട് 2 സ്കിമ്മറാണ് വരുന്നത്. ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന് മെയിൻ റെയിൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. മെയിൻ റെയിനും ഇൻഫിനിറ്റിക്കും ഒരു വാൽവ് ഉണ്ടാവും. ഇത് 2 ഇൻലെറ്റിൻ്റെ വാൽവുകളാണ്. ഇത് ഡോസിങ് സിസ്റ്റം, അതായത് നമ്മുടെ pHഉം ക്ലോറിനുമാണിത്. ഇത് 2 എടുത്ത് പൂളിലോട്ട് കൺട്രോൾ ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റമാണിത്. അപ്പോൾ ഇതിൻ്റെ ഫിൽറ്ററൊക്കെ ഇടയ്ക്ക് എടുത്ത് വാഷ് ചെയ്യണം. പിന്നെ നമുക്കിത് ഫില്ല് ലൈനാണ്. പമ്പിൽ പൂളിൽ കുറയുന്ന വെള്ളം ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇത് പലയിടത്തും ഓട്ടോമാറ്റിക് ആയിരിക്കും. ഇവിടെ നമ്മൾ മാനുവലായിട്ടാണിത് ഫില്ല് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ബാക്ക് വാഷ് ചെയ്ത് തെളിഞ്ഞെങ്കിൽ ഓഫ് ചെയ്യാം. ഇവിടെ വെള്ളം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഈ പമ്പ് ഓഫ് ചെയ്തു. അതിനുശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ സൗണ്ട് കേൾക്കാം, വെള്ളം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ മൾട്ടിപോട്ട് വാൽവ് ഓപ്പറേറ്റ് ചെയ്യാവൂ. ഇനി ഞാനിത് റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് ഇടുകയാണ്. റിങ്സിലോട്ട് ഇടുമ്പം മുകളിലുള്ളത് കഴുകും, ബാക്ക് വാഷ് ഇടുമ്പോൾ താഴെയുള്ളത് കഴുകും. ഇപ്പോൾ ഞാൻ റിങ്സിലോട്ടാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ബാക്ക് വാഷിൻ്റെ വാൽവ് തുറക്കാം. അതിനുശേഷം നമുക്ക് ഒരു പമ്പ് ഓൺ ചെയ്യാം. ഇത് റിങ്സിൽ വലിയ കച്ചറയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പമ്പ് ഓഫ് ചെയ്തിട്ട് അടുത്ത ഫിൽറ്റർ ബാക്ക് വാഷ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഈ വാൽവ് ക്ലോസ് ചെയ്യുക, ബാക്ക് വാഷിൻ്റെ ലൈൻ ക്ലോസ് ചെയ്യുക. ഈ ഓപ്ഷൻ നേരെ ക്ലോസിൽ കൊണ്ടിടുക. അതിനുശേഷം ഇത് ക്ലോസിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് മാറ്റി ബാക്ക് വാഷിലോട്ട് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ബാക്ക് വാഷിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് പമ്പ് ഓൺ ചെയ്യാം.
ഇതിനകത്ത് വലിയ വേസ്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് മുമ്പേ ചെയ്ത പോലെ തന്നെ അത് റിങ്സിലോട്ട് ഇട്ട് റിങ്സും കൂടെ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ വാൽവ് ക്ലോസ് ചെയ്തിട്ട് ഇത് നേരെ റിങ്സിലോട്ടിട്ട് റിങ്സിൽ ഒന്നുകൂടെ ബാക്ക് വാഷ് ചെയ്യുക. അതിനുശേഷം പമ്പ് ഓൺ ചെയ്യുക. ഓൾറെഡി ഇത് ഗ്രാവിറ്റി തന്നെ നല്ല പവറുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് വലിയ കച്ചറയൊന്നും ഇല്ലാത്തതുകൊണ്ട് പമ്പ് ഓൺ ചെയ്യുന്നില്ല. ഇവിടെ ഈ വാൽവ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇത് നേരെ ഫിൽട്രേഷനിലോട്ടിട്ടു. പമ്പ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, പമ്പ് ഓഫ് ചെയ്തിട്ട് വേണം ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഇവിടെ ബാക്ക് വാഷ് ലൈൻ ക്ലോസ് ചെയ്തു. ഇത് നേരെ ഷട്ടറിലോട്ടിട്ടു. അതിനുശേഷം നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇല്ലറ്റിൻ്റെ വാൽവ് മറന്നു പോകാതെ കറക്റ്റായിട്ടും ഓപ്പൺ ചെയ്യുക. ഇല്ലറ്റിൻ്റെ വാൽവ് രണ്ടും ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മറ്റൊന്നും നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഹൈ പ്രഷർ കൂടുതലായതുകൊണ്ടാണ് ഇത് ഹാഫ് അടച്ചു വെച്ചിട്ട് ഹാഫ് തുറന്നേക്കുന്നത്. അതിനുശേഷം നമുക്ക് 2 പമ്പും ഓട്ടോയിലോട്ടിടാം. ഓട്ടോയിൽ വർക്ക് ചെയ്യുന്നതാണ് ഓട്ടോയിലിടാം, മാനുവലിലാണെങ്കിൽ മാനുവലിടാം. ഒരു പമ്പ് ഓഫാകുമ്പം ഒരു പമ്പ് എടുക്കും, ഈ പമ്പ് ഓഫാകുമ്പോൾ വീണ്ടും ഈ പമ്പ് മാറി എടുത്തോളും. ഇനി നമുക്ക് ഓഫ് ചെയ്താൽ ഹീറ്റർ ഓൺ ചെയ്യാം, ഡോസിങ് സിസ്റ്റം ഓൺ ചെയ്യാം. ഇത്രയാണ് ഒരു പമ്പ് റൂമിൽ നമ്മൾ ബാക്ക് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ, സീ യു.